സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം. കുടുംബസ്വത്ത് രജിസ്റ്റർ ചെയ്യാൻ 60,000 രൂപ കൈക്കൂലി വാങ്ങിയതിന് കൊണ്ടോട്ടി സബ് രജിസ്ട്രാറും ആധാരമെഴുത്ത് ഓഫീസിലെ ജീവനക്കാരനും അറസ്റ്റിൽ. ആധാരമെഴുത്തുകാരനെതിരെയും കേസ്. പുളിക്കൽ വലിയ പറമ്പ് KE ഷിഹാബുദ്ദീൻ നൽകിയ പരാതിയിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് കൈക്കൂലി പണം ഉൾപ്പെടെ 2 പേരെയും കൈയോടെ പിടികൂടിയത്. കൊണ്ടോട്ടിയിൽ സബ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്ന കൊല്ലം ഈസ്റ്റ് കല്ലട ചൈത്രം വീട്ടിൽ S സനിൽ ജോസ്, ആധാരമെഴുത്ത് ഓഫീസിലെ ജീവനക്കാരൻ തേഞ്ഞിപ്പലം സ്വദേശി മുണ്ടുവളപ്പിൽ ബഷീർ എന്നിവരെയാണ് ഡിവൈഎസ്പി ഫിറോസം ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1,36,000 രൂപയാണ് ആദ്യം ആവശ്യപ്പെട്ടതെന്നും പിന്നീടത് 90,000 രൂപയ്ക്ക് ചെയ്യാമെന്നും അറിയിച്ചു. അതനുസരിച്ച് ആദ്യം 30,000 രൂപ നൽകി. എന്നാൽ കുടുംബസ്വത്തായതിനാൽ അത് രജിസ്റ്റർ ചെയ്യുന്നതിന് പരമാവധി ചെലവ് 30,000 രൂപ മതിയെന്ന് മനസ്സിലാക്കിയതോടെ പരാതിയുമായി വിജിലൻസിനെ സമീപിക്കുകയായിരുന്നുവെന്ന് ഷിഹാബുദ്ദീൻ പറഞ്ഞു. 30,000 രൂപ വീട്ടിൽ ചെന്നിട്ട് എഴുത്തുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് ലത്തീഫ് എന്ന് പറയും ആളെ വീട്ടിൽ പോയിട്ട് ഉപ്പരെ കയ്യിൽ കൊടുത്തു. അന്നാണോ അതിൻ്റെ പിറ്റേ തിങ്കളാഴ്ച, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം എനിക്ക് മെസ്സേജ് വന്നു ഫോണിൽ 17,350 രൂപ ആകെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാമ്പിന് വെച്ച് സ്റ്റാമ്പിന് 2,600. അങ്ങനെ മൊത്തത്തിൽ 20 രൂപയ്ക്ക് താഴെ മാത്രമേ എനിക്ക് ചിലവുള്ളൂ. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഈ രജിസ്ട്രേഷൻ എനിക്ക് ചിലവുള്ളൂ എന്ന് എനിക്ക് ബോധ്യമായി. അതിന് ഓൾറെഡി 30 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി 60,000 രൂപ ഇന്ന് വരുമ്പോൾ രജിസ്ട്രേഷന് വരുമ്പോൾ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മറ്റുള്ള വശങ്ങൾ അന്വേഷിച്ച് പല ആളുകളും ചോദിച്ച് ഞാൻ പരാതിയായിട്ട് വിജിലൻസ് പോയി അവരിങ്ങനെ അന്വേഷിച്ചപ്പോൾ അവരും പറഞ്ഞു ഇത് ശരിയായ പരാതിയല്ല, നിങ്ങൾ പരാതി തന്നാൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. ഈ അടിസ്ഥാനത്തിൽ അവിടെ പോയി പരാതി കൊടുത്തു. അങ്ങനെ അവർ 60,000 രൂപ എനിക്കിങ്ങനെ തന്നു. ആ 60,000 ഇതേപോലെ ബാലൻസ് വരില്ല. 60,000 രൂപ ഇന്ന് തന്നെ ഇവിടുന്ന് രജിസ്റ്റർ കഴിഞ്ഞ ഉടനെ തരണമെന്ന് പറഞ്ഞു. എന്നോട് വിളിച്ചിട്ട് ഫോണിലൂടെയും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു ആവശ്യപ്പെട്ടു. അത് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു അത് എന്തിനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിന് 40 രൂപ രജിസ്ട്രാർക്ക് കൊടുക്കാനുള്ളതാണ്, ബാക്കി 20 രൂപ ഞങ്ങൾക്ക് മറ്റുള്ള ചിലവുകളുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം 90,000 രൂപ എന്നോട് ആവശ്യപ്പെട്ടു. ആ ക്യാഷ് ഫുള്ള് ഞാൻ കൊടുത്തിട്ടുണ്ട്. 90,000 രൂപ ഓൾറെഡി ഞാൻ കൊടുത്തു. തുടർന്ന് വിജിലൻസിനെ അറിയിച്ച് 60,000 രൂപ കൈക്കൂലി പണവുമായി ഷിഹാബുദ്ദീൻ കൊണ്ടോട്ടിയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്തുകയായിരുന്നു. പണം കൈമാറിയതോടെ വിജിലൻസ് സംഘമെത്തി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇരുവരെയും അറസ്റ്റ് ചെയ്തു. കൈക്കൂലിയായി ആവശ്യപ്പെട്ട 60,000 രൂപയും കണ്ടെടുത്തു. ആധാരമെഴുത്തുകാരൻ കൊട്ടപ്പുറത്തെ CK അബ്ദുൽ ലത്തീഫ് കേസിൽ 2ാം പ്രതിയാകുമെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റിലായവരെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. എയർ1 ന്യൂസ് കൊണ്ടോട്ടി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.